السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر صدق الله العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: عليك بصيام أشهر ذي الحجة يؤتى لك في القبر نورا مثلي، أو كما قال رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രമായ ദുൽഖഅദ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ മുബാറക്കായ ലൈലത്ത്, മുബാറക്കായ അറഫ പോലെയുള്ള ദിനരാത്രങ്ങളിലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. എന്നാൽ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം ഞാൻ ബസറയിലെ ഒരു മക്ബറ, ആ മക്ബറയിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരാളുടെ ഖബറിൽ പ്രകാശം ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ആലോചിച്ച് നടക്കുമ്പോൾ ഒരു വലിയ ശബ്ദം ബഹുമാനപ്പെട്ടവർ കേൾക്കാനിടയായി. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, യാ സുഫിയാൻ, ദുൽഹിജ്ജ 10 വരെയുള്ള എന്ന് പറഞ്ഞാൽ
9 നോമ്പുകൾ നിങ്ങൾ എടുക്കുക, എന്നാൽ എനിക്ക് ലഭിച്ചതുപോലെ ഖബറിൽ നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നതാണ് എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞെങ്കിൽ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഇത്തരത്തിലുള്ള ഓഫറുകൾ നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനവും ബഹുമാനവുമാണ് കിട്ടുന്നത്. അലൈക ബിസിയാമി അശ്രി ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ 10 വരെയുള്ള എന്ന് പറഞ്ഞാൽ 9 നോമ്പുകൾ എടുക്കാൻ. എന്നാൽ എനിക്ക് ലഭിച്ചതുപോലെ ഖബറിൽ നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുമെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞെങ്കിൽ, ദുൽഹിജ്ജയുടെ ആ 10 ദിവസങ്ങൾക്കുള്ള മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് എന്ന് തന്നെ മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫഅഖ്സിറു ഫീഹിന്ന അത്തഹ്ലീല വത്തക്ബീറ വത്തഹ്മീദ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ദുൽഹിജ്ജയുടെ 10 ദിവസത്തേക്കാൾ അല്ലാഹുവിങ്കൽ ഏറ്റവും മഹത്വമുള്ളതും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ മറ്റു ദിവസങ്ങളില്ല എന്ന് തന്നെ. അപ്പോൾ ആ 10 ദിവസങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് ഫഅക്സിറൂ ഫീഹിന്ന, ആ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം അത്തഹ്ലീല, ദിക്റുകളെ, വത്തക്ബീറ, തക്ബീറുകളെയും, വത്തംഹീദ, അല്ലാഹുവിനെ സ്തുതിക്കലിനെയും വർദ്ധിപ്പിക്കണമെന്ന്. ആ 10 ദിവസങ്ങൾക്ക് പ്രത്യേകമായ പവറുണ്ട്, പ്രത്യേകമായ കൂലിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ ദുൽഹിജ്ജയുടെ 1 മുതൽ ആ 10 ദിവസങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ അറഫയുടെ ദിവസം വരെ സുന്നത്ത് നോമ്പുകളിലായി അവരുടെ ജീവിതങ്ങളെ അവർ ചിട്ടപ്പെടുത്താറുണ്ട്. നമ്മളൊക്കെ പാപികളും ദോഷികളുമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് അപാകതകൾ, ഒരുപാട് കുറവുകളും ന്യൂനതകളും വന്നിട്ടുണ്ട്, വരാൻ ഇടയാകുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ കഴുകി ശുദ്ധിയാക്കാനുള്ള ഒരു പവിത്രമായ സമയമാണ് ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അതല്ല സൂറത്തുൽ ഫജ്ർ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫി വൽ വത്ർ. ആ ആയത്തിന്റെ തുടവൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെ സത്യം, വശഫി വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെങ്കിൽ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ലഹാഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ഇവിടെ പ്രഭാതം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ പ്രഭാതവും 10 രാത്രികൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ലഹാഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രാത്രികൾക്ക്, പ്രത്യേകിച്ച് ദുൽഖഅദ അവസാനിച്ച്
ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ വളരെയധികം ദുആക്ക് ഇജാബത്തുണ്ട്. നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുവാനും നമ്മുടെ വിഷമങ്ങൾ പങ്കിടാനും നമുക്കൊരുപാട് കാര്യങ്ങൾ ചോദിക്കുവാനും ആ സമയം നാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു നമ്മിൽ നിന്ന് തട്ടുകയില്ല എന്ന് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻഗാമികൾ അവർ മനസ്സിലാക്കിയും അവർ ചെയ്തു കാണിച്ചു നമുക്ക് തന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് മഹാന്മാര് ഈ വിഷയങ്ങൾ നമ്മോട് ഉണർത്തുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ സൂറത്തുൽ ഫജ്റിന്റെ 1 മുതൽ ആ 3 ആയത്തുകളുടെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇരട്ട ദിനം നമ്മുടെ പറഞ്ഞല്ലോ, വശഫി വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ഇരട്ട ദിനം എന്നാൽ ദുൽഹിജ്ജ 10-ഉം, ഒറ്റ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 9 അറഫ ദിനവുമാണ് എന്ന് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഈ പവിത്രമായ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി അറഫയുടെ സുന്നത്ത് നോമ്പ്, നമുക്കറിയാം ധാരാളം കൂലികളുള്ള, ധാരാളം പ്രതിഫലങ്ങളുള്ള ഒരു നോമ്പ് തന്നെയാണ് അറഫയുടെ സുന്നത്ത് നോമ്പ്. എന്നാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ആ ഒറ്റ എന്നത് ദുൽഹിജ്ജയുടെ 9, അതായത് അറഫയുടെ ദിനമാണ് എന്ന്. അങ്ങനെ ധാരാളം മഹത്വങ്ങൾ ഈ 10 ദിനങ്ങൾക്ക് അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. ഓരോ ദിനങ്ങളെ കുറിച്ചും വിശദീകരിച്ച മഹാന്മാരുണ്ട്. പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ 10 പെരുന്നാൾ ദിവസം, അതിനുശേഷമുള്ള അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങൾ നമുക്കറിയാം. അവിടെയൊക്കെ മഹാന്മാര് ധാരാളം ഇബാദത്തുകളെ കൊണ്ട് അവരുടെ സമയങ്ങൾ ചെലവഴിച്ചെങ്കിൽ ഞാനും നിങ്ങളും അത് മനസ്സിലാക്കാനും ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്താനുമാണ്. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്, അറിയപ്പെട്ട ദിവസങ്ങളിൽ ജനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ഹജ്ജിന്റെ വിളംബരം ചെയ്യാൻ കൽപ്പിച്ചു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ ശാഫി റളിയല്ലാഹു അൻഹു ഭൂരിഭാഗം പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത് ഈ അറിയപ്പെട്ട ദിവസം അയ്യാമിൻ മഅലൂമാത്ത്, ഈ അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജ 10 ദിവസങ്ങളാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെ വലിയ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട തഫ്സീറിന്റെ വലിയ നേതാവാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ നമ്മുടെ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, ഇവിടെ അയ്യാമിൻ മഅലൂമാത്ത് പറയപ്പെട്ട ദിവസം, ആ അറിയപ്പെട്ട ദിവസം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് ദുൽഹിജ്ജ 10 ദിവസങ്ങളാണ്. ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കൽ സുന്നത്താണ് എന്ന് അവിടുന്ന് ഇമാമുൽ നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, എന്തിനാണ് ഇത്രയും അധികം തെളിവുകൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ വിഷയങ്ങൾ പറഞ്ഞു തരുന്നത്? നാം അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ്.
നാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാബല്യമാക്കാൻ വേണ്ടിയാണ്. ഈ ദുൽഹിജ്ജയിലെ ഒരാളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ എത്രത്തോളം കൂലിയാണ് കിട്ടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതിനൊരുപാട് കൂലികൾ മഹാന്മാര് നമ്മോട് ഉണർത്തുന്നുണ്ട്. എന്നാൽ ഇതേ ദുൽഹിജ്ജയുടെ ഈ 10 ദിവസങ്ങളിൽ ഒരു തിന്മയുമായി ആരെങ്കിലും ബന്ധപ്പെട്ടാലോ തീർച്ചയായും ഡബിൾ ശിക്ഷയും നമുക്ക് ഉണ്ടാകുന്നതാണ്. നന്മ മാത്രമല്ല, തിന്മയുമായി ബന്ധപ്പെടുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാപവും കൂടുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇമാമുൽ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കൽ സുന്നത്താണ്. മറ്റുള്ള ദിവസങ്ങൾ സ്മരിക്കണ്ട എന്നല്ല, അതിനേക്കാൾ കൂടുതൽ ഈ 10 ദിവസം അള്ളാഹുവിനെ ഓർക്കലും അള്ളാഹുവിലേക്ക് അടുക്കലും നല്ലതാണ്. അതുകൊണ്ടല്ലേ ഈ ദുൽഹിജ്ജയുടെ 1 മുതൽ നാം ഒരു ബലിമൃഗത്തെ കാണുമ്പോൾ, അറുക്കുന്ന സമയത്ത് മാത്രമല്ല, ഒരു ബലിമൃഗത്തെ നാം കാണുമ്പോൾ ഈ ദുൽഹിജ്ജയുടെ 1 മുതൽ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലൽ വരെയും അഫ്ളലാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വലിയ പുണ്യമാണ് ആ മൃഗങ്ങളെ കാണാൻ പോക്ക്. വേണ്ട, ആ മൃഗങ്ങളുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കല്, ഇതിനൊക്കെ പ്രത്യേകമായ കൂലികൾ ഈ സമയങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ 10 ദിവസങ്ങളിൽ തന്നെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കൽ സുന്നത്താണ്. അതായത് പ്രത്യേകിച്ച് അറഫയുടെ ദിവസത്തിൽ. അതുകൊണ്ടല്ലേ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ആ ദുൽഹിജ്ജ 9 അന്ന് വളരെ ഭംഗിയോടുകൂടി നോമ്പ് അനുഷ്ഠിക്കുകയും ആ ദിവസത്തിൽ ഒരുപാട് കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും അത് മനസ്സിലാക്കുകയും നാം നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യാം. അങ്ങനെ തുടങ്ങി ധാരാളം ഫളായിലുകൾ ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10 ദിവസങ്ങൾ സൽക്രമങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ദിവസങ്ങളില്ല എന്ന് തന്നെയാണ്. മാമിൻ അയ്യാമിൽ അമൽ സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ആദിഹിൽ അയ്യാമി യഗ്നി അയ്യാമൽ അശ്ർ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയങ്ങളാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനും മഹത്വമില്ലേ? അവിടുന്ന് സഹാബത്ത് ചോദിച്ചതാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനും മഹത്വമില്ലേ? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹി ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? എന്നാൽ സ്വന്തം ശരീരവും സമ്പത്തുമായി യുദ്ധത്തിനിറങ്ങി അതിൽ നിന്ന് ശരീരം സമ്പത്ത് ഒന്നുമില്ലാതെ മടങ്ങിയവരൊഴിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടെ വിശദീകരിച്ചു കൊടുത്തു. യുദ്ധത്തിന് ഇറങ്ങിക്കൊണ്ട് അവന്റെ സമ്പത്തും അവന്റെ ശരീരവും ഒന്നുമില്ലാതെ മടങ്ങിയവരൊഴിച്ച് അല്ലാത്ത എല്ലാവർക്കും നല്ല ഏറ്റവും അഫ്ളൽ ഇത് തന്നെയാണ്. യുദ്ധം എന്ന് പറയുന്നത് അതൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ അതാണ് അവന് ഉത്തമം. കാരണം അതൊന്നുമില്ലാതെ അവൻ അതിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാലോ അവൻ ഏറ്റവും അഫ്ളൽ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ അവൻ നോമ്പെടുക്കലും
അതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യലുമാണ്. ഇനി നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഹറാമുകളുമായി ബന്ധപ്പെടരുത് സഹോദരങ്ങളെ. ഹറാമുമായി ഒരു രീതിയിലും, അത് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നും ഹറാമ് നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. കാരണം അത്രയും ആദരിക്കപ്പെട്ട സമയങ്ങളാണ്. പരമാവധി ജമാഅത്ത് നമസ്കാരങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുകയും ആ ജമാഅത്തുകൾക്ക് ശേഷം പരിശുദ്ധമായ ഖുർആനുകളോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, ധാരാളം ദിക്റുകൾ, ധാരാളം തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ വർദ്ധിപ്പിക്കൽ നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് ഫഅക്സിറു ഫീഹിന്ന, ഈ സമയങ്ങളിൽ ധാരാളമായി എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണമെന്നാണ് ദിക്റുകൾ. നമുക്ക് ഖുർആൻ ഓതാൻ അറിയാമെങ്കിൽ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലാൻ പറ്റുമെങ്കിൽ ദിക്ർ ചൊല്ലുക. അതുപോലെ തസ്ബീഹ് ചൊല്ലാൻ പറ്റും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹുകൾ. അതല്ല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ, അതൊക്കെ നമ്മൾ ചൊല്ലൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ അല്ലാഹു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 5 പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിന്റെയും സുബഹി നമസ്കാരത്തിന്റെയും ശേഷം സലാം വീട്ടിയതിനു ശേഷം അതേ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെല്ലാറുള്ള 10 ദിക്റുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നും കൂടി അതിൽ ചേർത്ത് നമ്മൾ ആ ദുആകൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിപ്പോ ഇടത്തേക്ക് സലാം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചമ്പരപ്പൊടി ഇട്ടിരിക്കണം അല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. അല്പം നേരം 1 മിനിറ്റ് അല്ലെങ്കിൽ ഇരുന്ന് സഫിന് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ചൂട്, ബാക്കിലേക്ക് വിശാലമായി പോകണം. നമുക്ക് ചെറിയ ചെറിയ സുന്നത്തുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് നാം ഇങ്ങനെ മാറ്റുമ്പോൾ അത് വലിയ അപകടമാണ്. സുന്നത്തല്ലേ, സുന്നത്തല്ലേ? ജുമാക്ക് പള്ളിയിൽ വന്നു, നേരത്തെ വരല് സുന്നത്താ. നമ്മളാ സുന്നത്തെടുക്കൂ? ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞാണ് നമ്മൾ കടന്നു വരുന്നത്. ഇനി പള്ളിയിൽ തൊപ്പിയുണ്ട്, യാദൃശികമായിട്ട് നമ്മുടെ തല മറയ്ക്കാനുള്ള ടവലും അതുപോലെ തന്നെ തൊപ്പിയെ കൊണ്ടുവന്നില്ല. നമ്മൾ പള്ളിയിലൊന്ന് തൊപ്പിയിരിക്കുന്നു, അൽഹംദുലില്ലാ ബിസ്മില്ലാ എന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്തിന് വേണ്ടി ഞാൻ തലമറക്കുന്നത് തലമറക്കാം. ഇതൊന്നും നമുക്ക് ഒരു മൈൻഡും ഇല്ല. നമ്മളല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്, സമയമുണ്ട്. പള്ളിയിൽ 10 മിനിറ്റ് ഇരിക്കാനോ ദ്വാരക്കാനോ അല്ലെങ്കിൽ ഇരുന്നിടത്ത് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും നമുക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് രോഗമാണ്, പ്രയാസമാണ്, ചൂടാണ്, വിഷമാണ്. ഇതെല്ലാം നമുക്ക് മാറും. അല്ലാഹു നമുക്കൊക്കെ നല്ലത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന കൊടുത്ത പ്രാർത്ഥനയാണത്. അതുപോലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സമദൻ ലാ യത്തഖിദു ലഹു സാഹിബത്തുൻ വലാ വലദൻ. ഒരു പ്രാർത്ഥനയാണ്. മറ്റൊരു പ്രാർത്ഥന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് 3ാമത്തെ പ്രാർത്ഥനയാണ്. 4ാമത് പഠിപ്പിക്കുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 5ാമത്തെ പ്രാർത്ഥന ഹസ്ബിയല്ലാഹു വകഫാ സമിഅല്ലാഹു ലിമൻ ദഅ ലൈസ വറാഅല്ലാഹി മുൻദഹാ. ഇങ്ങനെ തുടങ്ങുന്ന 5ഓളം പ്രാർത്ഥനകൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഈ സമയങ്ങളെ നാം മുതലാക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ കോട്ടിൽ രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇമാം ബൈളാവിയെ പോലെയുള്ള വലിയ വലിയ മഹാന്മാര് കിതാബ് രേഖപ്പെടുത്തുന്നത് മഗ്രിബിന്റെയും ആ സുബഹിയുടെയും ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ വളരെ ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥന നിങ്ങൾ നടത്തണേ. അതിൽ ഒരുപാട് സിറുകളുണ്ട്, എന്ന് പറഞ്ഞ രഹസ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമാധാനത്തിന്, സന്തോഷത്തിന് അതുപോലെയുള്ള ദിക്റുകൾ, തസ്ബീഹുകൾ നമുക്ക് വലിയ ഉപകാരമുള്ള കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു രസത്തിന് വേണ്ടിയല്ല, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി, അല്ലാതെ കളി തമാശകൾക്ക് വേണ്ടിയല്ല, അല്ലാതെ മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പറയപ്പെട്ട വചനങ്ങൾ, ഇപ്പോൾ പറഞ്ഞ മൂസാ നബിക്ക് കൊടുത്ത ഈ 5ഓളം പ്രാർത്ഥനകൾ ഇഞ്ചീലിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കിതാബുകൾ പറയുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇതിന്റെ മഹത്വത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ദുൽഹിജ്ജ 10 ദിനത്തിൽ ഇത് ചൊല്ലുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വങ്ങളുണ്ട് എന്നാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വങ്ങൾ. അപ്പൊ എത്ര കൂലിയുണ്ട് നമ്മൾ മനസ്സിലാക്കി, എത്ര ശ്രേഷ്ഠതയുണ്ട്. മഹാനായ അബൂ നസർ റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യാമുൽ അശ്റിൽ ഈ പ്രാർത്ഥനകൾ ചൊല്ലിയ ഒരാൾ സ്വപ്നത്തിൽ തന്റെ വീട്ടിൽ ഒന്നിനു മീതെ ഒന്നായി പ്രകാശത്തിന്റെ 5 ആവരണങ്ങളെ കൊണ്ട് എന്നോട് അനുഭവം പറയുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞെങ്കിൽ എത്ര ഭംഗിയുള്ള ദുആയാണ്, വളരെ സിമ്പിളായ ദുആയാണ്. അപ്പോൾ അവസാനം പറഞ്ഞത് ഹസ്ബിയല്ലാഹ് വകഫാ സമിഅല്ലാഹു ലിമൻ ദആ ലൈസ വറാഅല്ലാഹി മുൻദഹാ. എത്ര മനോഹരമായ ദുആയാണ്. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെല്ലാത്തിനും എന്റെ റബ്ബ് മതി. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അള്ളാഹുവിലേക്കുള്ള ആ നല്ല തവക്കുലുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് പോലും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റൂല. ഏത് സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്ത ഉണ്ടാകണം. അതുപോലെ എനിക്ക് ജീവൻ നൽകിയത് ആരാണ്? അള്ളാഹു ആണ്. എന്നെ മരിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. എനിക്ക് നൽകുന്നത് ആരാണ്? അള്ളാഹു ആണ്. എനിക്ക് കൊടുക്കാനുള്ള കഴിവ് നൽകുന്നത് ആരാ? അള്ളാഹു ആണ്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമുക്ക് പടിപടിയായി അള്ളാഹു നമ്മെ ഇങ്ങനെ ഉയർത്തുന്നതാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പൊ അതിനൊക്കെയുള്ള ഒരു നല്ല ഒരു സമയമാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഏകദേശം ചിലപ്പോൾ തിങ്കളാഴ്ച വരെ നമ്മുടെ മാസം ഉണ്ടാകും. തിങ്കളാഴ്ച കഴിയുമ്പോൾ ആ തിങ്കളാഴ്ച അസ്തമിച്ച് നമ്മൾ കടക്കുന്നത് ചിലപ്പോൾ ദുൽഹിജ്ജ മാസത്തിലേക്കായിരിക്കും. ഇങ്ങനെ ഓരോ ടൈമുകൾ അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് നൽകുന്നത് നമ്മളൊക്കെ, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഖുലിഖൽ ഇൻസാനു ദഈഫ, നമ്മളെയൊക്കെ ബലഹീനന്മാരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബലഹീനന്മാരായ നമുക്കെന്തുണ്ട്? ഒരുപാട് കുറവുകളും ന്യൂനതകളും ഉണ്ട്. എല്ലാ കുറവുകളും ന്യൂനതകളും തീർന്ന ഒരേ ആളുള്ളൂ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവുകൾ നമ്മൾ നികത്താൻ നടക്കണം. മറ്റുള്ളവരുടെ കുറവുകളല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ സ്വഭാവങ്ങൾ മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും അന്വേഷിച്ച് നടന്ന് അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടല. നമ്മുടെ കാര്യങ്ങളാണ് വളരെ അപകടത്തിലാണ്. എന്നാൽ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നന്മയുടെ നല്ല അഹ്ലുകാരായി മാറണം. അങ്ങനെ മാറുമ്പോൾ നമുക്ക് നല്ല മരണം കിട്ടും. നല്ല രീതിയിൽ ലോകത്തോട് വിട പറയാൻ പറ്റും.
ഖബറിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ല പ്രകാശമുള്ള ഖബറായി മാറും. ഇതൊക്കെയാണ് ഈ സമയങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടത് എന്നും ആദ്യമായി എന്റെ നഫ്സിനോടും എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഉണർത്തുന്നു. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.